രാവിലെ 9 മണിക്ക് തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി റാപ്പിഡോയിലാണ് ഞാൻ പോണത്. അതാകുമ്പോൾ അധികം കാശൊന്നാവില്ല. സുവോളജിക്കൽ പാർക്കിലെത്തി. ആൾക്കാർ വരുന്നേ ഉള്ളൂ. ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് തിരക്കുന്ന പറയണത്. അതുകൊണ്ട് ഞാൻ രാവിലെ എത്തിയ പിന്നെ ചൂടും കുറവായിരിക്കുമല്ലോ. ഇവിടെ റാപ്പിഡോ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. നമുക്ക് ഏറ്റവും വയബിളായിട്ടുള്ള റാപ്പിഡോയിൽ പോകുക എന്നുള്ളത് തന്നെയാണ്. ടിക്കറ്റൊക്കെ എടുത്തു. എല്ലാ സ്ഥലത്തും ഡിജിറ്റൽ പേയ്മെൻറ്റ് തന്നെയാണ്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ സൈക്കിൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ സൂ എന്ന് പറഞ്ഞാൽ ഒരു 625 ഏക്കർ ഉണ്ട്. വലിയൊരു ഏരിയ ആണ്. ഇതിന്റെ അടുത്താണ് ഒരു വലിയ ഫോറസ്റ്റ് ഉണ്ട്. ഇവരുടെ കാസിക്കൊണ്ട ഫോറസ്റ്റ്, അങ്ങനെ ഒരു പേരാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള അനിമൽസ് വരും. പിന്നെ ഈ സൂവിൽ തന്നെ 1000 അനിമൽസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ തന്നെ ഒരു 10-70 സ്പീഷീസ് വേറെ പലതരത്തിലുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇത് കണ്ട് മുഴുവൻ കാണാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം എടുക്കും. ഇവിടെ ഇപ്പോൾ കാർ അവൈലബിൾ ആണ്, ഇലക്ട്രിക് സൈക്കിൾ അവൈലബിൾ ആണെന്നൊക്കെ പറയുന്നു. പോയി നോക്കട്ടെ. ഇല്ലെങ്കിൽ പെട്ടെന്ന് പോയി കണ്ടിട്ട് ഓടിച്ചു പോകാൻ വേണ്ടിയാണ് നോക്കുന്നത്. ഇവിടുത്തെ പക്ഷേ ഇതൊരു വലിയൊരു സൂ ആണ്. ഇത് എനിക്ക് തേർഡ് സൂ ആണെന്നുള്ളൂ. ഏഷ്യയിലെ തേർഡ് സൂ എന്ന് കണ്ടാണ് ഞാൻ കേട്ടത്. തേർഡ് ലാർജസ്റ്റ് സൂ എന്ന രീതിയിലാണ് ഞാൻ കേട്ടത്. പിന്നെ ഇവിടെ ഇതിന്റെ അപ്പുറത്ത് കംപ്ലീറ്റ് വനം തന്നെയാണ്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് സീതാകുണ്ട റിസർവ് ഫോറസ്റ്റിലാണ് ഈ വൈൽഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ചുറ്റും ബേ ഓഫ് ബംഗാളും ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ ഒരു ഫോറസ്റ്റുമാണ്. അങ്ങനെ എല്ലാം പോയിട്ടുള്ള ഒരു സംഭവമാണിത്. ശരിക്കും ഫോറസ്റ്റ് ഏരിയ ആണ്, നല്ല ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. ഇങ്ങോട്ടെത്താൻ ഒരു 25 കിലോമീറ്റേഴ്സ് ഉണ്ട് വിശാഖപട്ടണത്ത് നിന്ന്. രാവിലെ ഒരു ഓട്ടോ പിടിച്ച് പോരാം, അല്ലെങ്കിൽ കാർ പിടിച്ച് പോരാം. ഒരു 15-20 മിനിറ്റ്സ് എടുക്കും ഇവിടെ എത്താൻ. ഈസ്റ്റേൺ ഗട്ട്സ് ആണ് ഇതിന് ചുറ്റും. നമ്മളിപ്പോൾ അവിടെ കേരളത്തിലേക്കാണെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് ആണ്. ഇവിടെ വരുമ്പോൾ ഈസ്റ്റേൺ ഗട്ട്സ് ആണ്. ഈസ്റ്റേൺ ഗട്ട്സും പിന്നെ ബേ ഓഫ് ബംഗാളും ആണ് എല്ലാം. ഇവിടെ ഈ കൊല്ലം ഏപ്രിൽ ഒരു ബ്ലാക്ക് പാന്തറിനെ ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കേട്ടു. പിന്നെ ഇവിടെ 2023 ഒരു സൂവിലുള്ള ഒരാള് ഒരു കരടി കൊന്നു പറഞ്ഞിട്ടു. കാരണം പുള്ളി അറിയാണ്ട് ഡോർ തുറന്നിട്ടു. അത് പുറത്തേക്ക് വന്നിട്ട് അങ്ങനെ കൊന്നെന്നാ പറഞ്ഞത്. അപ്പോൾ പുള്ളിക്ക് 10 ലക്ഷം രൂപയുടെ ഒരു നഷ്ടപരിഹാരം കൊടുത്തെന്നൊക്കെ പറയുന്നു. ഇതിനോടനുബന്ധിച്ച് പറഞ്ഞു മാത്രം. അപ്പോൾ ദിസ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ഈസ്റ്റേൺ ഗട്ട്സ് ആൻഡ് കവേർഡ് ബൈ ബേ ഓഫ് ബംഗാൾ. ബാക്കി നമുക്കത് കയറി കാണാം. ഇത് സൂവിൻ്റെ മാപ്പാണ്. നമ്മൾ ഏത് സൂ ചെന്നാലും അതിന് മുമ്പിൽ ഒരു മാപ്പ് ഉണ്ടാവുമല്ലോ. അത് നോക്കി പോവുകയാണെങ്കിൽ പിന്നെ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ശരിക്കും പഠിച്ചിട്ടേ പോകാറുള്ളൂ. അപ്പോൾ ഈ മാപ്പ് നോക്കി പോയി ഞാൻ എവിടെയൊക്കെ ആരെയൊക്കെ കാണാമെന്നുള്ള കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. എവിടെയൊക്കെ വാട്ടർ ബോഡി ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ഇലക്ട്രിക് സൈക്കിൾ വാങ്ങിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നടന്നു പോകാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. ഈ കാണുന്ന ഒരു ചെറിയൊരു കടയാണ്. അതിൻ്റെ അപ്പുറത്ത് ഇലക്ട്രിക് സൈക്കിളുണ്ട്. ഞാൻ ചെന്നപ്പോൾ പുള്ളി ഇലക്ട്രിക് സൈക്കിൾ ആയിട്ടുള്ള ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറേ വെയിറ്റ് ചെയ്തപ്പോൾ ഇലക്ട്രിക് സൈക്കിൾ എത്തി. എന്നിട്ട് ഞാൻ പിന്നെ അതിൽ കയറി പോയിട്ടുണ്ടായത്. ഇത് ശരിക്കും ഒരു 3 മണിക്കൂറുണ്ടെന്ന് അറിയാം. നടക്കുവാണെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് ചുറ്റി വരാനുള്ള സമയമുണ്ട്. ഞാൻ അതിന് ഇലക്ട്രിക് സൈക്കിൾ എടുത്തു. ഇലക്ട്രിക് സൈക്കിൾ ആദ്യമായിട്ട് തന്നെ ഓടിക്കുന്നത്. ഇത് ആകുമ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തിരിച്ചെത്താൻ പറ്റും. അപ്പോൾ ഒന്ന് പോയി നോക്കാം. ആദ്യമായിട്ട് ഇലക്ട്രിക് സൈക്കിൾ ഓടിക്കാനുള്ള ഒരു ഭാഗ്യവും അവിടെ വന്നാലും സംഭവിച്ചു. ആദ്യം തന്നെ ഞാൻ കണ്ടത് ഹിപ്പോപ്പൊട്ടാമസിലാണ്. അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയല്ല, അവരെപ്പോഴും വെള്ളത്തിലായിരിക്കും. രാവിലത്തെ ചൂട് സഹിക്കാൻ പറ്റാത്തവരെ അവരെപ്പോഴും വെള്ളത്തിൽ ഇറങ്ങി കിടക്കുകയായിരിക്കും. പിന്നെ ഞാൻ സൈക്കിൾ ഓടിച്ച് പോയപ്പോൾ ആനയെ കണ്ടു. നമ്മുടെ ഏഷ്യൻ ആന, സാധാരണ ആന. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാരെ വച്ചിരിക്കുകയാണ്, വേർതിരിച്ച് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് നടന്നേ പോകാൻ പറ്റുള്ളൂ. കാരണം മെയിൻ റോഡിൽ സൈക്കിളിൽ പോകാം. പിന്നെ ഉള്ളിലേക്കുള്ള ചെറു റോഡുകൾ നടന്നേ പോകാം. സൈക്കിൾ കയറ്റാൻ സമ്മതിക്കില്ല അവർ. കാരണം ആൾക്കാർ പോകുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ നമുക്ക് കാറ് കൊണ്ടുവരികയാണെങ്കിൽ ആ കാറും കയറ്റി വിടുവർ. അതിനുള്ള കാശ് കൊടുത്താൽ മതി. പിന്നെ ഇത് കുരങ്ങന്മാരുടെ ഏരിയയാണ്. മൊത്തം കുരങ്ങന്മാരാണ്. പല ടൈപ്പിലുള്ള കുരങ്ങന്മാരൊക്കെയുണ്ട്. ഗറിലുണ്ട്, ബോണോബോസ് ഉണ്ട്. ബോണോബോസ് അല്ല പറഞ്ഞത്, അങ്ങനത്തെ ഒരു സംഭവം. അവരുണ്ട്. ചിമ്പാൻസി ഉണ്ട്. ആ കുരങ്ങുവരത്തിൽപ്പെട്ട മിക്ക സംഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അവർക്ക് നല്ലൊരു ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട്. ചെറിയ ഏരിയ ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ തൃശ്ശൂർ സൂ ഇപ്പോൾ ഏതാണ്ട് ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നു. ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല സൂ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ മൈസൂർ സൂ ആണ്. ഇതും നല്ല സൂ തന്നെയാണ്. ഇത് കുരങ്ങന്മാരുടെ മാത്രം ഏരിയ ആകുന്നു. അപ്പോൾ ആ ഏരിയയിൽ ഇവിടെ പക്ഷേ കാടായിട്ടും ചൂടുണ്ട് കേട്ടോ. കാരണം ഇവിടെ കുറച്ച് നമ്മൾ പോകുന്ന ഏരിയയിൽ അത്ര മരമില്ലാത്ത കാരണം നമുക്ക് നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. കുരങ്ങന്മാരൊക്കെ തണലിൽ നിന്ന് മാറിയും വെയിൽ തന്നെ ഇരിക്കുന്നത്. പോകുന്ന സ്ഥലത്തൊക്കെ ഡ്രിങ്കിങ് വാട്ടറും ടോയ്ലറ്റ് സർവീസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. എല്ലായിടത്തും ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. ഇഷ്ടംപോലെ വെള്ളത്തിനൊന്നൊരു പ്രശ്നമില്ല. ഇങ്ങനെ ഒരു സൈൻ ബോർഡ്സ് എല്ലായിടത്തേക്കും കൊടുത്തിട്ടുണ്ട്, എങ്ങനെ പോകാമെന്നൊക്കെ കാണിച്ചിട്ട്. ഇത് ഒരു ഹയനയാണ്. അതായത് സിംഹം വേട്ടയാടി കഴിഞ്ഞാൽ ഹയനയും കൂടെ കൂടും. ഈ ഹയനയ്ക്ക് സിംഹത്തിൽ ഒന്നും പേടിയൊന്നുമില്ല. കണ്ടു കഴിഞ്ഞാൽ ഒരു പട്ടി പോലെ ഇരിക്കുകയുള്ളൂ. ഞാൻ ആദ്യമാണ് ഈ ഹയനനെ കാണുന്നത്. ഹയന. അപ്പോൾ ഈ ഹയന രാവിലെ തന്നെ ഇങ്ങനെ നടക്കാറിരിക്കുകയാണ്. കാരണം ചൂടായിരിക്കുക എൻ്റെ കാരണം. ചൂട് കാരണം എല്ലാ മൃഗങ്ങളും പുറത്തേക്ക് നടക്കുന്നുണ്ട്. ഞാനിവിടെ വന്ന ശരിക്കും ബംഗാൾ കടുവയുണ്ട്. റോയൽ ബംഗാൾ കടുവയുണ്ടെന്ന് പറയും. ഇതൊരു പുള്ളിപ്പുലിയാണ്. പുള്ളിനെ ഇപ്പോൾ നമുക്ക് കാണാൻ വിടുന്നത്. പക്ഷേ റോയൽ ബംഗാൾ കടുവ ഞാൻ ചെന്നപ്പോൾ കണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഇതിൽ ഫോട്ടോ എടുക്കാനുള്ള സ്റ്റോറി ഇല്ലാത്തതാണ്. അത് ശരിയാക്കി വന്നപ്പോഴേക്കും പുള്ളി അവിടെ പോയി കടന്നു. അതായത് പുള്ളിയെ ശരിക്കും കാണാൻ പറ്റിയില്ല. പുലിനെ കണ്ടു, സിംഹത്തിനെ ഇങ്ങനെ കാണാൻ പറ്റിയില്ല. പക്ഷേ ഈ ബംഗാൾ കടുവ ഞാൻ കണ്ടു, പക്ഷേ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പുലിനിപ്പം നമുക്ക് എല്ലായിടത്തും നമ്മുടെ നാട്ടിൽ കാണുന്ന കാരണം അത്ര വലിയ എക്സൈറ്റ്മെൻറ്റ് വരില്ല.
വാൽപ്പാറയ്ക്കൊക്കെ ഒന്ന് പോയാൽ മതിയില്ല, പുലിനൊക്കെ നമുക്ക് റോട്ടിൽ വെച്ച് കാണാൻ പറ്റും. ഇതാണ് പാന്തർ, ബ്ലാക്ക് പാന്തർ. ഈ മാസം, ഈ ഏപ്രിൽ മാസം ഇവിടെ വരുത്തിയുള്ളൂ. പുള്ളിയൊക്കെ ചൂട് കാരണം പുറത്തേക്ക് കിടക്കുകയാണ് ഇങ്ങനെ. ഈ കാണുന്നത് നമ്മുടെ ചിമ്പാൻസി ഇങ്ങനെ നല്ല തണലത്തിരിക്കുകയാണ്. പുള്ളി വെയിലൊക്കെ കൊള്ളാണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ നല്ല ചൂട് അനുഭവപ്പെടുന്നെന്ന് കണ്ടാൽ തന്നെ അറിയാം. ചൂട് എല്ലാവർക്കും വിഷയം തന്നെയാണ്. അത് മൃഗങ്ങളായാലും മനുഷ്യരായാലും എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത് ബ്ലാക്ക് പാന്തറാണ്. പിന്നെ പുള്ളിപ്പുലിയെ കണ്ടു. പിന്നെ കണ്ടത് ഹയനയാണ്. ഹയനയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ വീഡിയോയിലാണ് കണ്ടിട്ടുള്ളത്. ശരിക്കും നല്ലൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഉള്ള പോലെ തന്നെ പ്രതീതിയുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ തൃശ്ശൂരത്തെ ഇങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഏകദേശം. സൂക്ഷിച്ചൊക്കെ ബംഗാൾ കടുവയുടെ തല മാത്രം കാണാം. പുള്ളി ഉറങ്ങാണ്. പിന്നെ കണ്ടത് കരടിയാണ്. ഇതേ കാണുന്ന ആ കറുത്ത് അങ്ങനെ നടന്നു പോകുന്നതാണ് കരടി. കരടിയിൽ ഒരു കരടിയാണ് അവിടുത്തെ വാച്ച്മാനെ കൊന്നതെന്ന് പറയണത്. കരടിയുടെ കുറേ ഉണ്ട്. ഈ ഒരു കരടി മാത്രമല്ല, പല പല കരടികൾ പല പല സ്ഥലത്തായിട്ട് കിടപ്പുണ്ട്. അവർക്ക് വലിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടത് നമ്മുടെ വൈൽഡ് ഡോഗ്സാണ്, കാട്ടിലെ പട്ടികളാണ്. അവർക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടുത്തെ തന്നെ സൂവിൽ വാച്ചർ വന്ന് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. ഇവർ വേട്ടയാടി പിടിക്കുന്ന ആളുകളാണ്. കൂട്ടം കൂടി പോയിട്ട് വേട്ടയാടി മൃഗങ്ങളെ പിടിക്കും. പിന്നെ നമുക്ക് കാണാനുള്ള ബട്ടർഫ്ലൈ പാർക്കാണ്. അതെല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഇവരിപ്പോൾ ചെടികളൊക്കെ വെച്ച് വളർത്തിയിട്ടേ ഉള്ളൂ. ബട്ടർഫ്ലൈ ഒക്കെ വന്നുറങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഉച്ച സമയങ്ങളായ കാരണം ആദ്യം ബട്ടർഫ്ലൈ കാണാൻ പറ്റില്ല. ഇവിടെ ഇഷ്ടംപോലെ ബഗി ഉണ്ടായിരുന്നു. ബഗി പോകാത്തതിൻ്റെ കാരണം വെച്ചാൽ പിന്നെ അവരുടെ എല്ലാവരുടെ ഇഷ്ടത്തിന് നമ്മൾ നടക്കുന്ന സമയം പോകും. ഇതാകുമ്പോൾ ഇലക്ട്രിക് സൈക്കിളാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് പോയി പെട്ടെന്ന് തീർത്ത് പോരാമല്ലോ. അതുകൊണ്ട് തന്നെ കൂട്ടമായിട്ട് പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കൂട്ടമായിട്ട് പോയാൽ പല ഡിസിഷന് നമ്മൾ പുറകെ പോകേണ്ട വരുന്ന കാരണം മാത്രം ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സമയം കീപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇലക്ട്രിക് സൈക്കിൾ എടുത്ത് വെയിലുണ്ടായാലും പോകുമെന്ന് വെച്ചത്. ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ഉള്ളിൽ അത്യാവശ്യം മരണം കാട്ടുണ്ട്. അത്യാവശ്യം ബട്ടർഫ്ലൈസ് ഉണ്ട്. പക്ഷേ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാലേ അധികം ആവുള്ളൂ, ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആൾക്കാർ ഇനിയും കാണാനില്ല. കാരണം ചെടികൾ മാത്രമേ ഉള്ളൂ എന്ന് തന്നെ പറയാം. 2-3 ബട്ടർഫ്ലൈക്ക് ഉണ്ട്. പയ്യെ ശരിയായിക്കോളും. പിന്നെ ഹിപ്പോപ്പൊട്ടാമസിനെയും കണ്ടു ഞാൻ. ഹിപ്പോപ്പൊട്ടാമസ് കുറേ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെയായിട്ട് കുറേ ഹിപ്പോപ്പൊട്ടാമസിനെ വെച്ചിട്ടുണ്ട്. ഇത് ചീങ്കണ്ണിയാണ് ലാസ്റ്റ് പോയിട്ട് കണ്ടത്. ലാസ്റ്റ് എന്ന് വെച്ചാൽ സൂവിൻ്റെ ഒരറ്റത്ത്. പിന്നെ ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോഴും റൗണ്ട് അടിച്ച് വന്നു. അപ്പോൾ റൗണ്ട് അടിച്ച് വന്ന സ്ഥലങ്ങളിൽ പിന്നെ നമുക്ക് കാട്ടുപോത്തിനെ കാണാൻ പറ്റി. കാട്ടുപോത്തുകൾ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ മ്ലാവുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഒരു മയിൽ ഇതേ പോണ കാണാം. നല്ല വെയിലാണ്. ഉച്ചയ്ക്ക് 12 മണി 12:30 ആയി. പിന്നെ ജിറാഫ് ലാസ്റ്റാണ്.